അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് പുട്ട് എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അരിപ്പൊടി ഒന്നും ചേർത്താതെ ചോറ് മാത്രം ഉപയോഗിച്ചുള്ള പുട്ടാണ്. നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നതൊക്കെ അരിപ്പൊടി ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അതങ്ങനെയല്ല, അത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു പുട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ പുട്ട് നമ്മൾ തലേ ദിവസം നമുക്ക് ഉള്ള ചോറൊക്കെ ബാക്കിയോ എന്തെങ്കിലുമൊക്കെ ആയുള്ള ചോറുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് ഫ്രീസറിൽ വെക്കുക. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടച്ചിട്ട് നേരെ ഫ്രീസറിൽ ഒരു 2-3 ദിവസമൊക്കെ വെച്ച് നല്ല ഐസാക്കുക. നല്ല ഐസായതിന് ശേഷം നമ്മൾക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അത് ഒരു ദിവസം വെച്ച് ഐസാവണമെങ്കിൽ അങ്ങനെ വെക്കാമല്ല, ആയിട്ടില്ലെങ്കിൽ 2-3 ദിവസം ഫ്രീസറിൽ തന്നെ വെക്കുക. പിന്നെയാണ് നമ്മളത് പുറത്തെടുത്തിട്ട് പുട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഫ്രീസറിൽ വെച്ചു. ഞാനത് 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രീസറിൽ നിന്ന് എടുത്തത്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തു. തുറന്ന് നോക്കിയപ്പോൾ നല്ല ഐസായിട്ടുണ്ട്. നല്ല ഐസ് കട്ടയാണ്. പാത്രത്തിൽ നിന്ന് കുട്ടികളൊന്നും പുറത്തേക്ക് വരില്ല. അങ്ങനെ നല്ല ഐസായി ഉറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആവണം. ഇതിപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് എടുത്താലൊന്നും കിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. ഞാൻ ഇതൊരു വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു. കുറച്ച് സമയം അങ്ങനെ വെച്ചപ്പോൾ അത് അതിൻ്റെ ഐസൊക്കെ അടിയിൽ നിന്ന് ഉരുകി പോവല്ലോ. അപ്പോൾ നമുക്കിത് വേഗം ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഓട്ടയുള്ളൊരു കൊട്ടയിലേക്ക് ഈ ചോറ് മാറ്റി കൊടുക്കുക. അപ്പോൾ അധികം മാറ്റി നല്ല ഫുൾ ഐസ് കട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇതിൻ്റെ അടിയിലൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ തന്നെ അടച്ച് വെക്കുക. ഇതിപ്പോൾ രാത്രി 9 മണിക്കാണ് ഫ്രീസറിൽ നിന്ന് എടുത്തത്. ഇനി രാവിലെ നമ്മളിത് പുട്ട് റെഡിയാക്കണം. അപ്പോൾ രാവിലെ വരെ ഇത് അടച്ചിങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഐസൊക്കെ ഉരുകിപ്പോയി ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടും. എന്നിട്ടാണ് നമ്മളിത് റെഡിയാക്കുക. അപ്പോൾ അതിങ്ങനെ അടച്ച് വെക്കുക. ഇനി രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഇത് തുറന്ന് നോക്കിയപ്പോൾ നല്ല ഐസൊക്കെ പോയിട്ടുണ്ട്. ചോറൊക്കെ വേറെ വേറെ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഈ പാത്രത്തിൻ്റെ അടിയിൽ വെച്ച പാത്രത്തിലേക്ക് ഐസൊക്കെ ഉരുകി വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല ഇതിരുന്നാലും വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല വെള്ളമൊക്കെ നല്ല പിഴിഞ്ഞെടുത്തിട്ട് ഈ മിക്സിയിലെ ജാറിലേക്ക് ഈ ചോറിട്ട് കൊടുക്കുക. അതിൽ ഇനിയും വെള്ളം എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ പിഴിഞ്ഞിട്ട് ആണ് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ല പൊടിച്ചെടുക്കുക. വെള്ളം ഉണ്ടാവും, കുറച്ചും കൂടെ ഒക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തു. അപ്പോൾ നല്ല പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് ആ മുഴുവൻ ചോറ് ഇതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് വെള്ളമൊക്കെ നനവൊക്കെ പാകത്തിനാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നനവറ്റേ നിങ്ങളിങ്ങനെ പൊടിക്കുമ്പോൾ നനവ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് അരിപ്പൊടി മിക്സ് ആക്കിയിട്ട് ഒന്ന് ഉതിർത്തി കൊടുത്താൽ മതി. ഇത് നല്ല പിഴിഞ്ഞിങ്ങനെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്താൽ വെള്ളം നനവ് കൂടുതലൊന്നും ഉണ്ടാവില്ല. ഒക്കെ പാകത്തിനായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനെല്ലാം മുഴുവൻ ചോറ് ഇതേപോലെ പൊടിച്ചെടുത്തു. ഇത് ഉപ്പൊന്നും ചേർത്തില്ല. നിങ്ങൾ ഇങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തിയാൽ നമുക്ക് മിക്സായി കിട്ടും. മിക്സാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്താൻ മറന്നു പോയതാണ്. ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ നല്ല പാകത്തിനാണ്. വെള്ളമൊന്നും ഏറില്ല. നല്ല പുട്ടുപൊടി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുട്ടിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ മറ്റേ അരിപ്പൊടി കൊണ്ടും ചോറ് അരിപ്പൊടി ചേർത്തി ചൂടല്ലാതെ അതിനൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പുട്ടുണ്ടാക്കിയാൽ. ഞാൻ ഉപ്പിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാണ്. നല്ല മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം. തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ആ തേങ്ങയും പുട്ടും കൂടി നമ്മൾ സാധാ പുട്ട് ചുടുന്ന പോലെ തന്നെ പുട്ടും കുറ്റിയിൽ നിറച്ചിട്ട് പുട്ട് ചുടുക. ഞാൻ അതിങ്ങനെ പുട്ടും കുട്ടിയിലേക്ക് നിറക്കുകയാണ്. ഇനി ചോറൊക്കെ ബാക്കിയാകുമ്പോൾ ഇങ്ങനെ
അപ്പോൾ ഞാനിതിങ്ങനെ ഒക്കെ നിറച്ചു. പിന്നെ ഇനി പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് ആവി കയറി കുറച്ച് സമയം ആവി കയറി കുറച്ച് സമയം ഇങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ ഇത് ആവിയൊക്കെ കയറി കുറച്ച് സമയമൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തത്. ആവി കയറിയ പാടിന് നമ്മൾ എടുത്താൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പം പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പുട്ട്. ചോറ് മാത്രം ഉപയോഗിച്ച് അരിപ്പൊടിയും ചേർക്കാതെ ചോറ് മാത്രം ഉപയോഗിച്ചുള്ള പുട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിയുമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഇതുപോലെ നിങ്ങളെല്ലാവരും പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.